എന്താണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ? ആരാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിനെയും ലോഗോയും നിയമപരമായിട്ട് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒറ്റയ്ക്കല്ല, ട്രേഡ് മാർക്ക് അറ്റോർണി കൂടിയായ എബിൻ മാത്യു ജോൺ ആണ് ഒപ്പമുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, കേരളത്തിലെ ചെറുകിട സംരംഭകരുടെ കൂട്ടായ്മ എന്ന നിലയ്ക്ക് ടെലഗ്രാമിൽ കേരള ഗ്രോസേഴ്സ് എന്ന പേരിൽ ഞാനൊരു ഗ്രൂപ്പ് റൺ ചെയ്ത് വരുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലുമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. എബിൻ മാത്യു ജോൺ, സ്വാഗതം. ഹലോ. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ തുടങ്ങാം. എന്താണ് ശരിക്കും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ? ആരാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ്സിനെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഒരു പേരാവാം, അതൊരു ലോഗോ ആവാം, അതൊരു ട്യൂൺ ആവാം. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഒരാളുടെ പേരിലോ അതൊരു കമ്പനീൻ്റെ പേരിലോ അതൊരു LLP ആവാം, ഒരു പാർട്ണർഷിപ്പ് ആവാം, ഒരു കമ്പനി ആവാം, ട്രസ്റ്റ്, സൊസൈറ്റി, ഒരു സിംഗിൾ പേഴ്സൺ, എല്ലാവരുടെ പേരിലും എടുക്കാം. അതിന് നിയമപരമായിട്ട് ഇവിടെ ഓൾറെഡി സാധ്യതകളെല്ലാം ഉണ്ട്. നോട്ട് ഓൺലി ഇന്ത്യ, വേൾഡിലുള്ള എല്ലാവർക്കും രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. സാധാരണമായിട്ട് ഒരു ഷോപ്പ് വെച്ചിരിക്കുന്ന ആൾക്കൊക്കെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ടോ? ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഷോപ്പ് ചെറുതായിട്ടോ വലുതായിട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മൾക്കൊരു ബ്രാൻഡ്, ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനിലെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ, അതിപ്പോൾ ഒരു നെയിമായിട്ടോ അതൊരു ലോഗോ ആയിട്ടോ ആണെങ്കിലും അത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതിന് ഇന്ത്യയിൽ നിന്നല്ല, പുറത്തുനിന്നുള്ള എവിടെ നിന്നാണെങ്കിലും നമുക്കതിപ്പോൾ നമുക്കിവിടെ ഇന്ത്യയിലാണ് നമുക്ക് ബിസിനസ് ഉള്ളെങ്കിൽ നമുക്ക് അത് അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ ചെയ്യാൻ പറ്റും. ശരിക്കും ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം വരുമ്പം അതിൻ്റെ പേരും ലോഗോയുമാണ് ആൾക്കാർ മാക്സിമം രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ സ്ഥാപനം അതൊരു ബ്രാൻഡായിട്ട് വളർത്തിയെടുക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർ ആ പേരും ലോഗോയും തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ നമ്മളൊരു ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യുമ്പോൾ അതൊരു ഇൻവെൻറ്റഡ് നെയിം കണ്ടുപിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇൻവെൻറ്റഡ് നെയിം എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമ്മളൊരു ഡിക്ഷണറി ലെസ്സായ വേർഡ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊഡാക് ബാങ്ക്, ഇപ്പം തോഷിബ, അപ്പം ആ ഒരു ഇൻവെൻഷൻ ഉണ്ടല്ലോ, അതിൽ ആ ഒരു ഡിക്ഷണറിയിലുള്ള ഒരു മീനിങ് ഇല്ലാത്ത വേർഡുകൾ ഉണ്ടാവും. ഇപ്പം അങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ ചുറ്റുവട്ടം നോക്കിയാൽ കാണുന്ന പല പേരുകളും ഇൻവെൻറ്റഡ് ആയിട്ടുള്ള പേരുകൾ ഉണ്ടാവും, കോമൺ ആയിട്ടുള്ള പേരുകൾ ഉണ്ടാവും. ഈ കോമൺ ആയിട്ടുള്ള പേരുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ മലബാർ എന്ന് വെച്ചിട്ട് ഉപയോഗിക്കുന്ന പേരുകൾ, അല്ലെങ്കിൽ ഒരു ഹോളിഡേ, അല്ലെങ്കിൽ ഒരു ഫ്രഷ്, അല്ലെങ്കിൽ അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കോമൺ വേർഡ് എന്ന് പറയുന്നത്. നിങ്ങളൊരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രിഫറൻസ് കൊടുക്കേണ്ടത് നമ്മളൊരു ഇൻവെൻറ്റഡ് നെയിം സെർച്ച് ചെയ്ത് എടുക്കാനാണ്. അതിന് പ്രൊട്ടക്ഷൻ കൂടുതലായിരിക്കും. നാളെ ഒരു സിമിലറിലെ വേറൊരു ബ്രാൻഡ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ തടയാൻ സാധിക്കും. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്തെങ്കിൽ മാത്രമേ ഈ കോമ്പൻസേഷൻ എന്നുള്ളത് പോകുള്ളൂ. എല്ലാവരും ഒരു പേര് ഇൻവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പം എപ്പോഴും ഒരു ഇൻവെൻറ്റഡ് നെയിം, ഒരു ഡിക്ഷണറി ലെസ് വേർഡ് ആണെങ്കിൽ അവർക്കത് എക്സ്ക്ലൂസീവ് റൈറ്റ് ആണതിൽ. ആ ഒരു ട്രേഡ് മാർക്കിൽ അവർക്കൊരു എക്സ്ക്ലൂസീവ് റൈറ്റ് കിട്ടും. വേറെ ഒരാൾക്കും അത് യൂസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവില്ല. അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം സാധാരണമായിട്ട് ഇവിടെ ആൾക്കാർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേഡ് മാർക്ക് അവർ പെട്ടെന്ന് ഒരാൾക്ക് ക്യാച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ ഈ കോമൺ നെയിം ഉപയോഗിക്കുന്നത്. അപ്പം ഇവർ ഈ സാധാരണ ഒരു പേര് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഈ ബിസിനസ് കുറച്ചും കൂടെ ലെവൽ മാറി കുറച്ചും കൂടെ നല്ല പുരോഗതി വന്നതിന് ശേഷം സിമിലർ നെയിമിൽ ഒരാൾ ഇവിടെ ഈ മാർക്കറ്റിൽ വന്ന് ഇതേ ബിസിനസ് ചെയ്യുമ്പോഴായിരിക്കും ഇവർ സ്ട്രഗിൾ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അത്രയും നല്ലൊരു ഗുഡ് വില്ല്, നല്ലൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കി എടുത്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. എറണാകുളത്താണ് അവർ ബിസിനസ് നടത്തുന്നതെങ്കിൽ നാളെ ഒരാൾ വന്നിട്ട് ഇപ്പം കോഴിക്കോട് തുടങ്ങിയാലും മതി. നാളെ നമ്മൾ വേറൊരാളോട് വന്നു കഴിഞ്ഞാലും നമുക്കിതിനെ ലീഗലായിട്ട് പോയി കഴിഞ്ഞാലും നമുക്കതിനെ അവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാതെ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ വേർഡ്സ് എല്ലാവർക്കും ഉപയോഗിക്കാൻ നമുക്ക് റൂളിംഗ് ഉണ്ട്, സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട്. അത് ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം. കോമൺ വേർഡ്സ് ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് തന്നെയാണ് ഇവിടെ മലബാറിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു, ആ കേസിലും പറഞ്ഞിട്ടുണ്ട് കോമൺ വേർഡ്സ് ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം. മലബാർ എന്നുള്ള വേർഡ് ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾ ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ ഈ പേരിനെ ജനങ്ങളിലോട്ട് എത്തിച്ചിട്ട് ഈ ജനങ്ങളിൽ പിന്നെ നിങ്ങൾ ഈ പുതിയ ബ്രാൻഡ് അവരുടെ ഇത് നിങ്ങളുടെയാണെന്ന് അറിയിക്കണമെങ്കിൽ തന്നെ ഒരു ടൈം എടുക്കും, പിന്നീട് കുറേ ടൈം എടുക്കും. അപ്പം നിങ്ങൾ എത്രയും കാലം എടുത്ത ആ എഫേർട്ട് വെറുതെ ആയിപ്പോൾ. ചിലവർ വിചാരിക്കും ഇൻവെൻറ്റഡ് വേണമെങ്കിൽ ഇതിപ്പം ആർക്കും ഇതെന്താണെന്ന് മനസ്സിലാകില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഒരു ഇൻവെൻറ്റഡ് വേർഡിൻ്റെ കൂടെ വേണമെങ്കിൽ അവരുടെ സർവീസിൻ്റെ സിമിലാരിറ്റി, നമ്മൾ ഒരു ചെയ്തൊരു ബ്രാൻഡ് നെയിമാണ് നെയ്മിത്ര ഫുഡ്സിൻ്റെ. അപ്പം ആ നെയ്മിത്ര എന്നുള്ളത് അവർ ഇൻവെൻറ്റ് ചെയ്തെടുത്ത നെയിം, അവർ ഫുഡ് പ്രോഡക്ട്സ് ആണ്. അപ്പം അത് മെൻഷൻ ചെയ്യുന്നുണ്ട് ഫുഡ്സ് എന്നുള്ളത്. അപ്പം നാളെ വേണമെങ്കിൽ ഇപ്പോൾ ഒരാൾ നോക്കുമ്പോൾ ആ നെയ്മിത്ര ഫുഡ്സ് എന്ന് പറയുമ്പോൾ നെയ്മിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കണ്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ ഫുഡ്സ് എന്നുള്ളത് അവിടെ ഉണ്ടാവും. അപ്പം സർവീസ് രണ്ടാമതായിട്ട് വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം.
അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ ഒത്തിരി പേര് ഇൻ്റർനെറ്റിൽ പോയിട്ട് ഈ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റ്സിലൊക്കെ പോയിട്ട് ലോഗോ റെഡിയാക്കി എടുക്കും. അപ്പോൾ അങ്ങനെ ലോഗോ റെഡിയാക്കി എടുക്കുമ്പോൾ ചില ലോഗോയൊക്കെ 24 ന്യൂസിൻ്റെ അതേ ഡിസൈൻ തന്നെയായിരിക്കും, ഓൾറെഡി യൂസ് ചെയ്ത ലോഗോയുടെ അതേ മോഡൽ തന്നെയായിരിക്കും. അങ്ങനത്തെ ലോഗോയൊക്കെ ഒത്തിരി പേര് കോപ്പി ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. ആ ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? കോപ്പി ചെയ്തെടുക്കാനൊക്കെ പറ്റുമോ? കോപ്പി ചെയ്ത് എടുത്തു കഴിഞ്ഞ് ഇവിടെ ട്രേഡ് മാർക്കിന് കൊടുത്തു കഴിഞ്ഞാലും ഈ ലോഗോന്റെ പേരിൽ വരെ നമുക്ക് ഒബ്ജക്ഷൻ വരും. ഇപ്പം ഒരു സിമിലർ നമ്മളിപ്പോൾ ഒരു ട്രേഡ് മാർക്കിന്റെ നെയിം ആൻഡ് ലോഗോയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, ഇപ്പം ഒരാളുടെ കൊടുക്കുകയാണ്. അപ്പം ആ സിമിലർ ലോഗോ അവർ വേറെ എവിടെയെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ലോഗോന്റെ പേരിൽ നമുക്ക് ഇത് വരും, ഒബ്ജക്ഷൻ വരും, ട്രേഡ് മാർക്ക് രജിസ്റ്റർ ഒബ്ജക്ഷൻ വരും. മാക്സിമം അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനും വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ നാളെ നമുക്ക് ഈ ലോഗോനെ റീബ്രാൻഡ് ചെയ്യാത് കഴിഞ്ഞാലും നമുക്ക് പാടാണ്. പിന്നെ ഈ സിമിലർ ലോഗോയിൽ വേറൊരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പാടാണ്. ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മുടെ ഇപ്പം സിമിലർ നെയിമിലാണെങ്കിലും ലോഗോയിലാണെങ്കിലും നമ്മുടെ ഈ നെയിമിലും നമ്മൾ കോമൺ നെയിം ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പോണന്റ് ചിലപ്പം നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാണ്ട് എന്തെങ്കിലും ഒരു ഫ്രോഡായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ വരുന്ന പേര് ഇപ്പം നമ്മുടെ ആയിരിക്കും. ഇപ്പൊ ഒരു മലബാർ എന്നുള്ള പേരിലാണ് ഇപ്പൊ 2 മലബാർ ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരാൾ ഫ്രോഡായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ അതുണ്ടാക്കിയപ്പം ഈ ജനങ്ങളുടെ അടുത്ത് ഒരു വാർത്ത വരുന്നത് ഇന്ന ഒരു ഫേം, മലബാർ എന്നുള്ള ഒരു ഫേം ആണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ ഇപ്പം നമ്മളിപ്പം ഒരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇപ്പം നമ്മളിപ്പോൾ ഒരു ഓയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ കോമൺ ആയിട്ട് കേൾക്കുന്ന ഇപ്പോൾ ഒരു ഐശ്വര്യ എന്നുള്ളൊരു ഓയിലിൻ്റെ പേരിട്ടു. നമ്മളത് നല്ല നിലയിൽ നല്ല വൃത്തിക്കും നല്ല ക്വാളിറ്റിയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പം ഇപ്പം വേറൊരാളിപ്പം ഇവിടെ എറണാകുളത്ത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കോഴിക്കോട് ഒരാൾ തുടങ്ങി അത്യാവശ്യം നമ്മളെ പോലെ തന്നെ പേര് കേട്ടു. അപ്പം അവിടെ എന്തെങ്കിലും ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റിൻ്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ജനങ്ങളിലോട്ട് എത്തുന്നത് ഐശ്വര്യ എന്ന് പറഞ്ഞ എണ്ണ മായം ചേർത്തതാണെന്നായിരിക്കും. അപ്പം അത് 2 പേരുടെയും ഇത് പ്രശ്നം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോയി. പിന്നെ നമ്മൾ ഒരു മര്യാദക്ക് നമ്മളൊരു നല്ലൊരു ബ്രാൻഡിനെ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇത് റെപ്യൂട്ടേഷൻ അത് നല്ലോണം ബാധിക്കും. അത് ഇപ്പം ഓൾറെഡി ഇപ്പോഴത്തെ ഈ നമ്മുടെ കറണ്ട് മാർക്കറ്റിൽ പലർക്കും പറ്റിയിട്ടുള്ളൊരു പ്രശ്നമാണത്. അവരതൊരു സിമ്പിൾ നെയിം എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതായിരിക്കും. പക്ഷെ ഇതിങ്ങനെ വന്നു കഴിയുമ്പം പല പ്രശ്നമുണ്ട്. ഇപ്പം ഇവിടെ തന്നെ കുറേ ഹോട്ടൽ ബിസിനസ്സുകളിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ആയിരിക്കില്ല ചിലപ്പോൾ അവർ കൊടുക്കുക. അവർ തെറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ മാർക്കറ്റിലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് ഇങ്ങനെ. അതേപോലെയാണ് ലോഗോയും നമ്മൾ കൊടുക്കുമ്പോൾ സിമിലർ ലോഗോയിൽ വന്നു കഴിഞ്ഞാൽ പേരിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ചിലപ്പം ആൾക്കാർക്ക് ഇത് നമ്മുടെ ലോഗോയിൽ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല ആൾക്കാർക്ക് നമ്മുടെ ലോഗോനെ പറ്റി അറിവുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ സിമിലർ ലോഗോ അവർ വേറെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ ഈവൻ വേറെ ഏതൊരു സർവീസോ ആയിക്കോട്ടെ അവിടെ കാണുമ്പം അവർ വിചാരിക്കുന്നത് ഇത് നമ്മുടെ തന്നെയായിരിക്കും. നമ്മുടെ അതേ ബ്രാൻഡ് തന്നെയായിരിക്കും. അവർ ലോഗോ അത് കൊടുത്തിട്ടുണ്ട്, ചിലപ്പം ബ്രാൻഡ് നെയിം മാറ്റിയതായിരിക്കും വിചാരിക്കും. അപ്പം അവർക്കൊരു ഗുഡ് വില്ല് ഇതിൻ്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാക്കിയാലോ ഇതൊക്കെ എല്ലാവരെയും ഇത് റെപ്യൂട്ടേഷനെ ബാധിക്കും. ഈ ട്രേഡ് മാർക്കിൻ്റെ ആണെങ്കിലും ലോഗോൻ്റെ ആണെങ്കിലും അവരുടെ ഈ ആരാണോ ഇത് ചെറിയ ബിസിനസ്സോ വലിയ ബിസിനസ്സോ അവരുടെയൊക്കെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ആൾക്കാർക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സിമ്പിൾ പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ ക്യാച്ച് ചെയ്യാൻ വിചാരിച്ചിട്ടായിരിക്കും എടുക്കുക. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ നാളത്തേക്ക് ഇവരുടെ ബ്രാൻഡിനെ നാളത്തേക്ക് നല്ല നിലയിൽ എത്തിച്ച് അതിനെ ഏറ്റവും പുരോഗതിയിലോട്ട് എത്തിക്കുന്നതും അതിൻ്റെ വേറെ സ്റ്റേജുകളെ പറ്റി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അവരെപ്പോഴും അതൊരു ഇൻവെന്റഡ് വേർഡാണ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കേണ്ടത്. പേരും യൂണിക് ആയിരിക്കണം, അതേപോലെ തന്നെ ലോഗോയും യൂണിക് ആയിരിക്കണം. അപ്പം അവർക്ക് മാത്രമായിരിക്കും റേറ്റ്. അതെ. അപ്പോൾ മറ്റൊരു സംശയമുള്ളത് ഈ പേരിൻ്റെ കൂട്ടത്തിൽ തന്നെ ടാഗ് ലൈൻ ഉണ്ടാവുമല്ലോ. ഒരു ബിസിനസിൻ്റെ പേര് ആ ടാഗ് ലൈനും കൂടി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ? നമുക്ക് ഈ ടാഗ് ലൈനിനെ കൂട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ടാഗ് ലൈൻ ചിലപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ടാഗ് ലൈൻ ആണെങ്കിൽ നമ്മളത് രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മളായിട്ട് ഇൻവെന്റ് ചെയ്തെടുത്ത ടാഗ് ലൈനിൽ നമ്മൾ ആ ടാഗ് ലൈനിൽ വേറെ ആരും അത് ടാഗ് ലൈൻ യൂസ് ചെയ്തെന്ന് അങ്ങനെ ഒരു നമുക്കൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ ടാഗ് ലൈനിന് സെപ്പറേറ്റ് ഒരു ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ എടുക്കുന്നതാണ് നല്ലത്. അതിലെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡ് മാർക്കിന്റെ കൂടെ നമ്മളിപ്പോൾ ഒരു ലോഗോ വിത്ത് വേർഡാണ് കൊടുക്കുന്നതെങ്കിൽ ഈ വേർഡിന്റെ കൂടെ ടാഗ് ലൈനും ഉണ്ടാവും. വിശ്വാസം അതല്ലേ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അവരുടെ ടാഗ് ലൈൻ ആണല്ലോ. വിശ്വാസമല്ല അതെല്ലാം എന്നുള്ളത് അതുപോലെയാണെങ്കിൽ സംബന്ധിച്ചാൽ അത് നമ്മൾ കേൾക്കുന്നതാണല്ലോ. അതേപോലത്തെ വേറെ എന്തെങ്കിലും ആണ് ഉണ്ടാക്കിയതെങ്കിൽ അപ്പം അങ്ങനത്തെ ആണെങ്കിൽ അത് എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് മലബാർ സോഫ്റ്റ് അത് മാത്രം എടുത്താൽ മതി, അതിന്റെ കാര്യമുള്ളൂ. അപ്പം വേറെ ഇപ്പം നമ്മളൊരു ഇൻവെന്റഡ് ആക്കി നിങ്ങളിപ്പോൾ ഒരു കണ്ടുപിടിച്ചെടുത്ത ഒരു ടാഗ് ലൈൻ ആണെങ്കിൽ
അതിൽ നിങ്ങൾ അത് കൂടുതൽ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം മലബാർ സോഫ്റ്റ് വിശ്വാസമാണ് എല്ലാം. അപ്പം അതൊരു ഇൻവെൻറ്റഡ് ആയിട്ടുള്ളൊരു ടാഗ് ലൈൻ ആണെങ്കിൽ ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം ട്രേഡ് മാർക്ക് രജിസ്ട്രി ഇതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ പേര് നമ്മൾ കൊടുത്തിരിക്കുന്ന ട്രേഡ് മാർക്കിൻ്റെ നെയിം മലബാർ സോഫ്റ്റ് വിശ്വാസ് ഇത് ഇങ്ങനെ ഈ ടാഗ് ലൈൻ അടക്കമായിരിക്കും കാണുക. അപ്പം ഇത് മൊത്തത്തിൽ ഇത് വോളായിട്ട് വരുമ്പോൾ മാത്രമായിരിക്കും ഇത് നമ്മുടെ പേര് എന്നായിരിക്കും കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം അതിലെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വേറൊരാൾ മലബാർ സോഫ്റ്റ് എന്നോ അല്ലെങ്കിൽ സോഫ്റ്റ് മലബാർ എന്ന് പറഞ്ഞിട്ട് വന്നു കഴിയുമ്പം ഈ ടാഗ് ലൈൻ അടക്കമുള്ളത് കൊണ്ട് ഇതൊരു വലിയ നെയിമായിട്ട് നമ്മളെ കാണുക. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഇൻവെന്റ് ചെയ്ത വേർഡിന്റെ കൂടെ നമ്മളിപ്പോൾ ഒരു ടാഗ് ലൈനും അതേപോലെ ഇൻവെന്റ് ചെയ്തതാണെങ്കിൽ നമ്മൾ ആ ടാഗ് ലൈനും സെപ്പറേറ്റ് എടുക്കുന്നതാണ് നല്ലത്. അവർക്ക് ആ ടാഗ് ലൈനിൽ അത്രയും അവർ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും അവരത് ട്രേഡ് മാർക്കിൽ വേറൊരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത്. ട്രേഡ് മാർക്കിന്റെ കാര്യം പറയുമ്പോൾ ചില പേരിന്റെ ഒപ്പം TR എന്ന് കാണാം, വേറെ ചില വേർഡിന്റെ ഒപ്പം അതായത് നെയിമിന്റെ ഒപ്പം R എന്ന് കാണാം. ഇത് തമ്മിൽ എന്താണ് ശരിക്കും വ്യത്യാസം? TM and R എന്നുള്ളതല്ലേ? അതെ TM. ഓക്കെ. ഈ TM എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ TM എന്ന് പറഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊന്നുമില്ല, ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്യുന്നതാണ്. നമ്മളൊരു ട്രേഡ് മാർക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു ഇത് കൊടുക്കുന്നതാണ്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ അങ്ങനത്തെ വാലിഡിറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പം ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ TM എന്ന് കൊടുത്തു കഴിയുമ്പോൾ അപ്പോൾ അത് പുറമേ ഉള്ള ഒരാൾക്ക് കാണുമ്പോൾ അവരതൊരു ആപ്ലിക്കേഷന് കൊടുത്ത ഒരു ആപ്ലിക്കേഷനാണെന്ന് മനസ്സിലാവും. ട്രേഡ് മാർക്കിൽ R എന്ന് ഉദ്ദേശിക്കുന്നത് രജിസ്റ്റേർഡ് ആപ്ലിക്കേഷൻസിന് മാത്രമേ R ഇടാവുള്ളൂ. ഈ ട്രേഡ് മാർക്കിന്റെ എൻറ്റയർ പ്രൊസീജിയർ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴാണ് R യൂസ് ചെയ്യുക. ശരിക്കും ഈ ട്രേഡ് മാർക്ക് എടുക്കുക എന്നുള്ളൊരു ലെങ്തി പ്രോസസ് അല്ലേ? ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1-2 വർഷമൊക്കെ എടുക്കുന്നത് കേൾക്കുന്നത് ശരിയാണോ? അത് വർഷം എടുത്തിരുന്നു. ഒരു 2018 മുമ്പ് വരെ 1 വർഷം 1.5 വർഷമൊക്കെ എടുത്തിരുന്നു. അത് ലോങ് ടൈം പ്രോസസ് ആയിരുന്നു. ഇപ്പം ഈ 2019 ഒരു മാർച്ചൊക്കെ ആയതിനു ശേഷം ഇവർ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട് ട്രേഡ് മാർക്ക് രജിസ്റ്റർ. ഇപ്പം ഏകദേശം 6 to 8 months കൊണ്ട് ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ രജിസ്റ്റേർഡ് ആയി കിട്ടുന്നുണ്ട്. ഒബ്ജക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒബ്ജക്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് 6 to 8 months കൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പൊ ഈ കോവിഡിന്റെ ഒരു ഡിലേ കാരണം ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷേ 6 to 8 months മാത്രമാണ്. നമുക്ക് തന്നെ എത്രയും പെട്ടെന്ന് 6 months കിട്ടിയതൊക്കെ ഉണ്ട്, ആപ്ലിക്കേഷൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതുണ്ട്. പിന്നെ ഈ പേര് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആൽഫബറ്റിക് സിമിലാരിറ്റി മാത്രമല്ലാതെ ഫോണറ്റിക് സിമിലാരിറ്റി നോക്കേണ്ടതില്ലേ? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മളിപ്പോ വേറൊന്നുമില്ല, നമ്മളിപ്പോ കൊച്ചിനെ K ഉപയോഗിക്കും, C ഉപയോഗിക്കും. ഈ ഇസഡിനെ എസും ഇസഡും ഉപയോഗിക്കാൻ പറ്റും ആ സൗണ്ട് വരുമ്പോൾ. അതേപോലെ അപ്പം അത് നമ്മൾ ഇപ്പം ഒരു പേര് ആര് എന്ത് നെയിം സെർച്ച് ചെയ്തിട്ട് അവർ ഇൻവെന്റ് ചെയ്തെടുത്താലും ഫസ്റ്റ് അവരത് ഈ പേര് സെർച്ച് ചെയ്ത് നോക്കണം. വേറെ ആരെങ്കിലും ഈ സിമിലർ നെയിമിൽ അവർ ചെയ്യുന്ന ഈ സർവീസ് ആണെങ്കിലും ഒരു മാനുഫാക്ചറിങ് ആണെങ്കിലും അതിലുണ്ടോയെന്നത് നോക്കണം. അത് ഫോണറ്റിക് ആയിട്ട് നോക്കണം, വേർഡായിട്ട് നോക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ മാത്രമേ അവരതിൽ പ്രൊസീഡ് ചെയ്യുള്ളൂ. ഇപ്പം നമ്മളിപ്പം ഒരു ഇതിന് കൊച്ചിനെ ഇപ്പം KMC എന്ന് പറഞ്ഞിട്ടിട്ട് കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാലും ചിലവരിങ്ങനെ പറയും അത് അവരുടെ K അല്ലേ നമ്മുടെ C അല്ലേ എന്ന് പറയും. അതുകൊണ്ട് അതിലൊരു യാതൊരു കാര്യമില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവരത് റിജക്ട് ചെയ്യും, റെഫ്യൂസ് ചെയ്യും, ആപ്ലിക്കേഷൻ റെഫ്യൂസ് ചെയ്യും. ഫോണറ്റിക് സിമിലാരിറ്റി ഉണ്ടാകാൻ പാടില്ല, എല്ലാ വിധത്തിലും യൂണിക് ആയിരിക്കണം. ഇപ്പം നമുക്ക് പല പേരിനെ നമുക്ക് ഫോണറ്റിക്കലായിട്ട് മാറ്റാൻ പറ്റും. നമ്മൾ നോക്കുകയാണെങ്കിൽ PHONE എന്നുള്ളത് FONE എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. അഡിഡാസ് എന്നുള്ളത് അബിബാസ് എന്നാക്കാൻ പറ്റും അല്ലെ? അങ്ങനെ ഒത്തിരി വ്യാജന്മാർ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫോണറ്റിക് എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിൽ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ബ്രാൻഡ് നെയിമിന് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഫോണറ്റിക് കാര്യമൊക്കെ നോക്കും. പക്ഷെ വേറൊരാളും നമ്മുടെ പേരിൽ വരാൻ പാടില്ല. ഇതിൽ ഫോണറ്റിക്കലായിട്ട് ആൾക്കാർ കൊണ്ടുവരുമ്പോൾ കുറേ പേര് അത് അറിയാതെ കൊണ്ടുവരും, കുറേ പേര് അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരും. സർവീസ് സെക്ടർ ഉള്ളവർക്കും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യാം, മാനുഫാക്ചറിംഗ് സെക്ടർ ഉള്ളവർക്കും ചെയ്യാമല്ലോ. സർവീസിൽ ട്രേഡ് മാർക്കിൽ 1 തൊട്ട് 45 വരെ 1 to 45 ക്ലാസ് ആണുള്ളത്. അതിനകത്ത് 1 തൊട്ട് 34 വരെ മാനുഫാക്ചറിംഗ് സെക്ടറിനെയാണ് ഉദ്ദേശിക്കുന്നത്. 35 to 45 സർവീസ് സെക്ടറാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ ആർക്ക് വേണമെങ്കിലും ട്രേഡ് മാർക്ക് കൊടുക്കാൻ പറ്റും. ഇതിൽ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സർവീസ് തുടങ്ങാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ സർവീസ് ചിലപ്പോൾ നമ്മളൊരു മാസം കഴിഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ആ നെയിം ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ചിലവർ ഈ ഒരു ബ്രാൻഡ് നെയിം ഒരു 3, 4, 5 വർഷങ്ങളോടെ യൂസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം, 3 വർഷം, 4 വർഷം യൂസ് ചെയ്തവരൊക്കെ ആണെങ്കിൽ
ഇവർക്ക് ഇതിൻ്റെ എവിഡൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫണ്ട് ഇവർ എന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ടുള്ള നമുക്ക് ഒരു അഫിഡവിറ്റ് വെച്ചിട്ട് നമുക്ക് ആ ഡേറ്റ് ക്ലെയിം ചെയ്തിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇവർ ഏത് ബ്രാൻഡ് നെയിം യൂസ് ചെയ്താലും ആ ബ്രാൻഡ് നെയിമിൻ്റെ പേരിലുള്ള എവിഡൻസ് എപ്പോഴും ഉണ്ടാവണം. ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ഇപ്പം ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ഇൻവോയ്സ് ബില്ലോ അല്ലെങ്കിൽ ഒരു പർച്ചേസ് ബില്ലോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ് ഇതിലൊക്കെ നമ്മുടെ ബ്രാൻഡ് നെയിം മെൻഷൻ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ അതൊരു നമ്മളിപ്പം നമ്മൾ എക്സിസ്റ്റഡ് ആണ്, ഇന്ന ഡേറ്റിൽ നമ്മൾ എക്സിസ്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യം നമ്മൾ എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ. എല്ലാ ബ്രാൻഡ്സും ആരാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പലരും 10 വർഷത്തെ യൂസ് ഉണ്ടെങ്കിലും ചിലവരുടെ കയ്യിൽ അവർ കമ്പനീൻ്റെ പേരിലായിരിക്കും അവർ ഇതുണ്ടാവുക. കമ്പനി വേറെ, അവരുടെ പ്രോഡക്റ്റ് വേറെ ആയിരിക്കും. കമ്പനീൻ്റെ അണ്ടറിൽ പ്രോഡക്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ കമ്പനീൻ്റെ പേരിലായിരിക്കും ഇതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഈ ബ്രാൻഡ് നെയിമിൽ ഉണ്ടാവില്ല. ഇറങ്ങി അവരെ കാണാൻ പോകുമ്പം അപ്പം കമ്പനീൻ്റെ പേരിലുള്ള ഒരു എവിഡൻസ് കൊണ്ട് കാര്യമില്ല. നമ്മൾ ആ ഒരു ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡ് നെയിമിൻ്റെ പേരിലുള്ള എവിഡൻസ് ആണ് അവിടെ കൂടുതൽ വാലിഡിറ്റി ചെയ്യുന്നത്. അപ്പോൾ അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് നമുക്കൊരു വാലിഡിറ്റി ഉണ്ടോ? ഇത്ര വർഷം കഴിഞ്ഞ് പുതുക്കണം എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടോ അതിൽ? ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലൈഫ് ലോങ് ആണ്. ഇതിനെ ഓരോ 10 വർഷം കൂടുമ്പോഴും റിന്യൂ ചെയ്യണമെന്നുണ്ട്. ഇപ്പം ഒരാൾ 10 വർഷത്തിന് ശേഷം ചിലപ്പം ഈ ട്രേഡ് മാർക്ക് യൂസ് ചെയ്തില്ലെന്നിരിക്കാം, അവർ ബിസിനസ് നിർത്തി പോയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ അത് വേറൊരാൾക്ക് ആ നെയിം എടുക്കാനുള്ള ഒരു ചാൻസ് മാറും. ഇപ്പം നമ്മളിപ്പം ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മുടെ തലയിൽ വന്ന പോലത്തെ നെയിം ചിലപ്പം വേറൊരാളുടെ തലയിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി എടുത്ത് ഇപ്പോൾ സപ്പോസ് നമ്മൾ ആ ബിസിനസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നിർത്തിപ്പോകണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആ നമ്മുടെ ബിസിനസ് ബ്രാൻഡിനെ സെല്ല് ചെയ്യാം. നമ്മളിപ്പോൾ ഒരാളുടെ പേര് എടുത്തു കഴിഞ്ഞാൽ അവരുടെ മരണം വരെ അവരുടെ അടുത്തുണ്ടാവും. ഓരോ 10 ഇയേഴ്സും ഇതിനെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ. അതേപോലെ തന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് വേണ്ടി വരുന്ന ഗവൺമെൻറ് ഫീസ് എത്രത്തോളമാണ്? ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനിൽ 2 തരം വരുന്നുണ്ട്. ഒന്ന് സിംഗിൾ പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതേഴ്സ് എന്നാണ്. സിംഗിൾ പ്രൊപ്പറേറ്ററിന് വരുന്ന ഗവൺമെൻറ് ഫീസ് മാത്രം 4500 ഉണ്ട്. അത് ഓൺലൈൻ ഫയലിങ്ങിൽ. ഡയറക്റ്റ് ഫയലിംഗ് ആണെങ്കിൽ അത് 5000 വരും. പിന്നെ അതേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കമ്പനി, LLP, പാർട്ണർഷിപ്പ്, സൊസൈറ്റി, ട്രസ്റ്റ് ഇങ്ങനെയുള്ളതാണ്. ഇങ്ങനെയുള്ളവർക്ക് വരുന്ന ഗവൺമെൻറ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9000 ആണ്. ഓൺലൈൻ ഫയലിംഗ് 9000ഉം ഡയറക്റ്റ് ഫയലിംഗ് 10,000ഉം ആണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഓൺലൈനാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പാർട്ണർഷിപ്പ്, LLP അങ്ങനെയുള്ള അതേഴ്സ് എന്ന് പറയുന്നവർക്ക് അവരുടെ ഗവൺമെൻറ് ഫീസിനെ കുറച്ച് ഈ സിംഗിൾ പ്രൊപ്പറേറ്ററി ചാർജിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉദ്യാം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, MSME എന്ന് പറഞ്ഞിട്ട് ഒരു ഓർമ്മയുണ്ട്. അപ്പോൾ ഉദ്യാം രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ അതിപ്പം ആനുവൽ ടേൺ ഓവർ 50 crores അടിയിലാണെങ്കിൽ അവർക്കെല്ലാം ഉദ്യാം രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫേമിൻ്റെ പേരിൽ ഉദ്യാം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ പേരിൽ LLPയുടെ പേരിൽ ഉദ്യാം രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഗവൺമെൻറ് ഫീസ് നേരെ അത് 4500 കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ 9000 രൂപയാവും അല്ലേ? അല്ലെങ്കിൽ അത് 9000 രൂപയാവും. അപ്പോൾ മറ്റൊരു സംശയം, ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ സ്വന്തമായിട്ട് എടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ അറ്റോർണീസിനെ പോലുള്ള ആളുകളുടെ ഹെൽപ്പ് വേണോ? ഇപ്പം നമ്മളൊരു കോടതിയിൽ ഒരു കേസിന് പോവുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കേസിന് നമുക്ക് സ്വന്തം അവിടെ കേസ് അപ്പിയർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കോടതിയിൽ അതൊരു വക്കീൽ മുഖാന്തരം ചെയ്യുമ്പോൾ വക്കീലിന് അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ നിയമവശങ്ങളും എല്ലാം അറിയാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇവിടെ നിങ്ങളിപ്പം അവിടെ കോടതിയിൽ വക്കാലത്ത് കൊടുക്കുന്നവർ തന്നെയാണ് ഇവിടെ ഒരു ഓതറൈസേഷൻ ലെറ്റർ കൊടുത്തിട്ടാണ് നമ്മളിതിന് ബിഹാഫിൽ ചെയ്യുക. അപ്പം ഇതിൽ ഒരു ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇത് ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് കിട്ടും എന്നുള്ളത്. ഇതൊരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം അത് പ്രോപ്പറായിട്ട് അതിൻ്റെ ക്ലാസ് കറക്റ്റായിട്ട് കൊടുക്കണം. അത് ക്ലാസ് കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് കറക്റ്റ് വേണം. ചില ഈ ഡിസ്ക്രിപ്ഷൻസ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ രജിസ്റ്റർ ചെയ്തതിനെ നമുക്ക് തിരിച്ചയക്കും, എന്നിട്ട് അതിനെ മാറ്റി തിരിച്ചയക്കാൻ പറയും. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ സപ്പോസ് ഒരു ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒബ്ജക്ഷന് റിപ്ലൈ അയക്കാൻ പറ്റണം. അത് ഈ ഒബ്ജക്ഷൻസ് കാര്യങ്ങളെല്ലാം മെയിലാണ് വരുന്നത്. നമ്മൾ പേഴ്സണൽ മെയിൽ ഐ ഡി സാധാരണ ഒരാളും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പം സിംഗിൾ പ്രൊപ്പറേറ്ററി പേരിൽ ചിലപ്പം സ്വന്തം ഇത് ചെയ്യുന്നവർ പലരുടെയും ആപ്ലിക്കേഷൻസ് പോകാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിലിൽ വരുമ്പം മാത്രം നമുക്ക് അവർക്ക് അറിയില്ല ചിലർ. അപ്പം നമ്മളിവിടെ മെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോപ്പറായിട്ട് ആ മെയിൽ ചെക്ക് ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ ആ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഒബ്ജക്ഷൻ വന്നാൽ റിപ്ലൈ അയക്കണം. ആ റിപ്ലൈ 1 മാസത്തിനുള്ളിൽ അയക്കണം. അതാണ് റൂള്. അതിനുശേഷം ചിലപ്പം ആ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ അതൊരു ഹിയറിങ്ങിന് വിളിച്ചേക്കാം. നമ്മുടെ സൗത്ത് ഇന്ത്യൻ മൊത്തം ട്രേഡ് മാർക്ക് രജിസ്ട്രി ചെന്നൈയിലാണ്.
അപ്പം ഈ ചെന്നൈയിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പം ഒരു സിംഗിൾ പ്രൊപ്പറേറ്റർ ഇപ്പം സ്വന്തമായിട്ട് ചെയ്തവരാണെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ പ്രൊസീജിയറോ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ അവിടെ പോയിട്ട് അത് പറയാനുള്ള ഒരു ലാംഗ്വേജ് പ്രോബ്ലമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു കോടതിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന പോലെ നമ്മൾ ആ എവിഡൻസ് വെച്ച് പ്രസന്റ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്തിട്ടാണ് ഇത് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അത് അറ്റോർണി മുഖാന്തരം ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അവർക്ക്. ഇത് ശരിക്കും തന്നെ ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങൾക്കുള്ള ഒരു എക്സ്പീരിയൻസ് എല്ലാം കൂടി അവർക്കൊരു മുതൽക്കൂട്ടാവും അല്ലെ നിങ്ങൾ ഒരു ചെയ്യുമ്പോൾ അറ്റോർണികൾ. നമുക്ക് പല രീതിയിൽ ഇതിൽ നമുക്കിപ്പം ഒരു കേസിൽ നമുക്ക് പല വഴികളുള്ളത് പോലെ തന്നെ ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനിൽ പല വഴികളുണ്ട്. കണ്ടീഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്കതിനെ ട്രേഡ് മാർക്കിനെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാനും അതിൻ്റെ ഓരോ റൂൾസ് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കതിനെ പ്രോസസ്സ് ചെയ്യിപ്പിക്കാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ ഒരു ഹിയറിംഗ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോയി നമ്മളവിടെ അറ്റൻഡ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യിക്കാനും അതിനൊക്കെ അറ്റോർണി മുഖാന്തരമായിരിക്കും ഏറ്റവും നല്ലത്. അറ്റോർണി മുഖാന്തരം പോകുന്നതാണ് ഏറ്റവും നല്ലത്. അവസാനത്തെ ചോദ്യം, ട്രേഡ് മാർക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമോ? ട്രേഡ് മാർക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ, ഒന്ന് ഒരു ട്രേഡ് മാർക്ക് അസൈൻമെന്റ് ഡീഡ്, അത് നമ്മൾ കൊടുക്കുന്ന ഇപ്പം എത്ര രൂപയ്ക്കാണ് നമ്മൾ ആ ട്രേഡ് മാർക്ക് മറ്റൊരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ ആ ഡീഡിൽ അതിൻ്റെ കൺസിഡറേഷൻ അനുസരിച്ചുള്ള സ്റ്റാമ്പ് വാല്യൂ വെച്ചിട്ട് നമ്മളൊരു ഡീഡ് അസൈൻമെന്റ് ഡീഡ് വെച്ചിട്ട് നമുക്ക് ആ വേറൊരാളുടെ പേരിലോട്ട് എഴുതാം. എഴുതിയതിന് ശേഷം ട്രേഡ് മാർക്ക് രജിസ്ട്രി തന്നെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. അസൈൻമെന്റ് ഡീഡ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കൊരു ഗവൺമെന്റ് ഫീസും കൊടുത്ത് അത് ഓണർഷിപ്പ് മാറ്റാൻ പറ്റും. രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അവർക്ക് ഒരു NOC നോൺ ഓപ്ഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പുതിയതായിട്ട് എടുക്കുന്ന ആളുടെ പേരിൽ കൊടുക്കാം. അപ്പോൾ ഒരു ഫേമിനാണെങ്കിൽ ഫേമിൻ്റെ ലെറ്റർ പാഡിൽ കൊടുക്കാം. ഒരു സിംഗിൾ പേഴ്സൻ്റെ പേരിലാണെങ്കിൽ അയാൾക്ക് പുള്ളിൻ്റെ ഒരു സൈൻ ഓതറൈസ്ഡ് സൈൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ആ NOC കൊടുക്കാം. NOC കൊടുത്തതിന് ശേഷം ഈ കൺസേൺ പേഴ്സൺ അതിനൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ ഈ NOC അറ്റാച്ച് ചെയ്യും. ഈ NOC അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് അവിടെ കൺസിഡർ ചെയ്യും. വെച്ചാൽ ഓൾറെഡി നമ്മൾ ഇന്ന ട്രേഡ് മാർക്ക് ഉള്ള ഒരാളാണ്, നമുക്ക് ഒബ്ജക്ഷൻ വരേണ്ട ഒരാൾ നമുക്ക് NOC തന്നിട്ടുണ്ട്, ഇന്ന് കുഴപ്പമില്ല എന്നുള്ള ഒരു ഇത് കൊടുത്തിട്ടാണ് പോവുക. അപ്പം നമുക്ക് ആ ഒരു അത് കൺസേൺ ബ്രാൻഡിൻ്റെ പേരിൽ നിന്ന് നമുക്ക് ഒബ്ജക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്കത് മാക്സിമം അത് അക്സെപ്റ്റ് ആയി പോകാനാണ് ചാൻസ് കൂടുതൽ. വേറൊരു സിമിലർ നെയിം ഒന്നും ഇല്ലെങ്കിൽ അത് എന്തായാലും അക്സെപ്റ്റ് ആയി പോയിരിക്കും. ഇതിൽ കുറച്ചുകൂടെ ചെലവ് കുറഞ്ഞത് രണ്ടാമത് പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ ഇതൊരു ഭൗതിക സ്വത്തായതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത്, ഇതും നമ്മുടെ ഒരു സ്വത്താണ്, അസറ്റ് ആണല്ലോ അല്ലേ? ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം നിങ്ങളുടെ ബ്രാൻഡിന് വേറൊരാൾക്ക് ലൈസൻസ് ചെയ്യാം. ഇത്രയും ഇന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇവർക്ക് ഞാൻ ഈ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുന്നു പറഞ്ഞാൽ ഒരു ലൈസൻസ് അഗ്രിമെന്റ് വെച്ച് ലൈസൻസും ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് ഈ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക്, ഞാൻ ഈ ഇൻവെന്റഡ് നെയിമിന്റെ കാര്യം പറഞ്ഞതിന്റെ കാര്യം ശരിയല്ല, ഈ ഇൻവെന്റഡ് നെയിമിന് നമ്മുടെ ബ്രാൻഡ് വാല്യൂ കൂടും. നമുക്കതൊരിപ്പം നമ്മുടെ ബ്രാൻഡിനെ വിൽക്കുമ്പോൾ നാളെ മേടിക്കാൻ ഒരാൾ വരുമ്പോൾ അതിന് ഇൻവെന്റഡ് നെയിം ആണെങ്കിൽ അതിന് വാല്യൂ കൂടുകയുള്ളൂ. കോമൺ നെയിമിനാണ് നമുക്ക് ആ ഒരു വാല്യൂ കിട്ടൂല. ഇൻവെന്റഡ് നെയിമിനാണ് എപ്പോഴും വാല്യൂ കൂടുതലായിട്ട് കിട്ടുക. ഒരാൾ വന്ന് നമ്മുടെ ഒരു ഇത്രയും ഒരു വലിയ കമ്പനി ഒന്നും എടുക്കുമ്പോൾ നമ്മുടെ ആ ട്രേഡ് മാർക്കിനെയും കൂടെ അവർ ആ ബ്രാൻഡ് നെയിമിനെയും കൂടെ അവർ നോക്കും. ചില ആ ബ്രാൻഡ് നെയിം ഒരു കോമൺ ആണെങ്കിൽ അതിനുള്ള വാല്യൂ കുറയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് വേറെ അഡീഷണൽ ആയിട്ട് ഈ ട്രേഡ് മാർക്ക് അറ്റോർണി എന്ന നിലയ്ക്ക് വേറെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതിൻ്റെ വേറെ കാര്യത്തിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, ഡോക്യുമെന്റ്സിന്റെ കാര്യം വരുമ്പോൾ ഒരു സിംഗിൾ പ്രൊപ്പറേറ്ററിന്റെ പേരിലാണെങ്കിൽ നമുക്ക് ഒരു ആധാർ, ഒരു പ്രൊപ്പറേറ്റർഷിപ്പിലുള്ള ആളുടെ പേരിലുള്ള ആധാറും അവരുടെ ട്രേഡ് മാർക്കിന്റെ നെയിം, അവരുടെ സർവീസിന്റെ ഡീറ്റെയിൽ, അവരുടെ ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ, ഇല്ലെങ്കിൽ നമ്മൾ വേർഡായിട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫേമിന്റെ പേരിലാണെങ്കിൽ ആ ഫേമിന്റെ എൻ്റെ ഒരു അഡ്രസ്സ്, പിന്നെ ഇതിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഇനി ദി പാർട്ട്ണറോ ഡയറക്ടറോ അങ്ങനെ ആരെങ്കിലും എന്നുവെച്ചാൽ റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് ഇതൊക്കെയാണ് ഡോക്യുമെന്റ്സ്. അവരുടെ എന്തെങ്കിലും ഡീറ്റെയിൽ, ഈ റെപ്രസെന്റ് ചെയ്യുന്ന ആളുടെ ഒരു ആധാർ കാർഡ് ആണെങ്കിൽ അങ്ങനെ അതിൽ വെച്ചിട്ട് ആ റെപ്രസെന്റേഷൻ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മളൊരു ഓതറൈസേഷൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക. അതാണ് പിന്നത്തെ ഒരു ഡൗട്ട്. ഇതൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടത്. അപ്പോൾ ഒരു ട്രേഡ് മാർക്കിനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങളും ഇത് കാണുന്നവർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ച് ചോദിക്കാമല്ലോ അല്ലേ? നിങ്ങൾ ഇതുമായിട്ടൊരു ബന്ധപ്പെട്ടൊരു ഫേം നടത്തുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്നവർക്കൊന്ന് ഉപകാരപ്രദമായിരിക്കും. അതെ, ഞങ്ങൾ ഒരു ഫേം നടത്തുന്നുണ്ട് ഇവിടെ എറണാകുളത്താണ്. ലെജിറ്റ് ലോ എന്നാണ് ഞങ്ങളുടെ ഫേമിൻ്റെ നെയിം. എറണാകുളത്ത് എടപ്പള്ളി ആണ് സ്ഥലം. എന്തെങ്കിലും ഇതിൻ്റെ ഡൗട്ട്, ട്രേഡ് മാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ ഈവൻ എഗ്രിമെൻറ്റ് കേസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ലോയേഴ്സാണ്, ലോ ഫേമാണ് ആക്ച്വലി, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീൻ്റെ.
എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ അവിടെ അതിനുള്ള അസിസ്റ്റൻസ് കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു തരുന്നതാണ്. അപ്പം ഇത്രയും നേരം നമ്മളോടൊപ്പം വീഡിയോയിൽ ചേർന്നതിന് എബിൻ മാത്യു ജോൺ നന്ദി. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനുമായിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്തെത്തിക്കുക. നന്ദി, നമസ്കാരം.